മലയാളികളുടെ വാനമ്പാടിയായ കെ.എസ്. ചിത്രയുടെ സാന്നിധ്യം കൊണ്ട് സംഗീത സാന്ദ്രമായി കേരള ഹൈക്കോടതി. കേരള അഭിഭാഷക സാഹിത്യവേദി കസവിന്റെ 16ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി മുഖ്യാതിഥിയായാണ് ഗായിക കെ.എസ്. ചിത്ര ഹൈക്കോടതിയിൽ എത്തിയത്. വാദപ്രതിവാദങ്ങൾ കൊണ്ട് കലുഷിതമായ ഹൈക്കോടതി പരിസരം അങ്ങനെ ഗായിക കെ.എസ്. ചിത്രയുടെ സ്വരമാധുര്യം കൊണ്ട് സംഗീത സാന്ദ്രമായി. സംഗീതവും എഴുത്തും മനുഷ്യ മനസ്സുകൾ തമ്മിലുള്ള ദൂരം കുറയ്ക്കുമെന്ന് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് എ.ജെ. ദേശായി പറഞ്ഞു. As we all know, cultural activities have the power to unite, inspire and educate. Through music, dance, literature and art, we can bridge gaps, transcend barriers and foster a sense of unity amongst us. നിങ്ങൾ എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് നീണ്ട പ്രസംഗമല്ലെന്ന് പറഞ്ഞ ചിത്ര പ്രേക്ഷകർ ആവശ്യപ്പെട്ട പാട്ടുകൾ പാടുന്ന കാഴ്ചക്കാണ് വേദി പിന്നീട് സാക്ഷ്യം വഹിച്ചത്. എനിക്കറിയാം എന്നിൽ നിന്ന് നിങ്ങളൊരു പ്രസംഗമൊന്നും അല്ല പ്രതീക്ഷിക്കുന്നതെന്ന് എനിക്കറിയാം. ഞാൻ എന്തെങ്കിലും പാടുന്നത് തന്നെയായിരിക്കും ഇഷ്ടം. ഹിന്ദി പാട്ട് ആലപിച്ച ശേഷം ചീഫ് ജസ്റ്റിസിന് സമർപ്പിക്കുന്നതായി ചിത്ര പറഞ്ഞു. I would like to sing a few lines of a Hindi song for you, sir. पिया बसंती रे काहे सताए आजा मानेगा ना मेरा जिया तेरे हैं हम मेरे पिया ओ काहे सताए आजा पिया बसंती रे काहे सताए आजा. ചീഫ് ജസ്റ്റിസിന്റെ അഭ്യർത്ഥന പ്രകാരം വീണ്ടും ഒരു ഗാനം ചിത്ര പാടി. ഒരു ഡിബേറ്റ് സോങ് ആണ് അദ്ദേഹം ചോദിച്ചത്. ഞാൻ നിഷാദും കൂടെ പാടാം. करना इंतजार मैंने किया है तुमसे प्यार मैंने किया है तुमसे प्यार. കേരള അഭിഭാഷക സാഹിത്യവേദിയും കേരള ഹൈക്കോടതി അഭിഭാഷക അസോസിയേഷനും സംയുക്തമായാണ് കസവിന്റെ വാർഷികാഘോഷം സംഘടിപ്പിച്ചത്. കൈരളി ന്യൂസ്, കൊച്ചി.